ഗ്യാസ് ഒക്കെ ഇനി കിട്ടുമോ? നമ്മക്ക് എന്തൊരു ഗ്യാസ്, വീട്ടിൽ പോയിരിക്കുമ്പോ തിന്നാൻ കിട്ടും. പിന്നെ എന്തിരി? അത് ശരി തന്നെ അണ്ണാ. പതിവില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അണ്ണാ. ശരിയാണല്ലോ. വാ നോക്കാം, വാ നോക്കാം. എന്ത് പറ്റി? ഒരു സങ്കടം. ബ്രേക്കപ്പാ? ഇതൊക്കെ ആയിരുന്നു. കാമുകി, തിന്നാൻ കാമുകി, ഉറങ്ങാൻ കാമുകി, കിടക്കാൻ കാമുകി. നമ്മളൊരു സിനിമയ്ക്ക് വിളിച്ചാൽ അപ്പോഴും കാമുകി, എവിടെയെങ്കിലും പോവാൻ വിളിച്ചാൽ അവിടെയും കാമുകി. വിളിക്കുമ്പോ ബിസി ബിസി. നിനക്ക് അത് തന്നെ കിട്ടണോടാ. അല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്. എന്താ? അതിനൊരു മാങ്ങ തരുള്ളൂ. ബ്രേക്കപ്പൊക്കെ ഇപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവണേ. അതിനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആശിക്കേ, ഈ മാങ്ങാട്ടി കൂട്ടു. കൂടെ ഉള്ളടത്തൊരു വിഷമം പറയുമ്പോഴാണ് നീ കൊണ അടിക്കുന്നത്. അവ എന്തൊക്കെ പറഞ്ഞാലും, നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും, നമ്മളെ കളഞ്ഞിട്ട് പോയിരുന്നാലും, പെണ്ണിന്റെ പുറകെ പോയിരുന്നാലും, അവ എന്നും നമുക്കൊരു സുഹൃത്ത് തന്നെയാണ്. മനസ്സിലായ? ആശി കേളിയാ, നീ ഈ മങ്ങാണ്ടിക്ക് കൂട്ടുപോലെയാ. അതൊക്കെ പോട്ടെ, എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അളിയാ ഞാൻ അവളെ എങ്ങനെയൊക്കെ നോക്കിയത്? നീ അവളെ എങ്ങനെയാണ്, എവിടെ നോക്കിയാണെന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് നേരത്തെ പറഞ്ഞു കളി അടിക്കില്ലെന്ന്. ശരിക്കും നീ എവിടെ നോക്കി? ശരിയാണ്, നീ എവിടെയാണ് നോക്കി? ശരിക്കും എന്താണ് സംഭവിച്ചത്? അളിയാ ഞാൻ എൻ്റെ അമ്മയ്ക്ക് പോലും ഒരു മുട്ടായി തുണ്ടലും വാങ്ങിച്ചു കൊടുത്തില്ല. അവർക്ക് ഐഫോൺ, മാസാമാസം റീചാർജ്, ആഴ്ചയിൽ ഡ്രസ്സ്, ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് അവളെ ഒരൊറ്റ ഫോൺ കോളിൽ എന്നെ തകർത്ത് കളഞ്ഞളിയാ. ഒറ്റ ഫോൺ കോളിൽ. ഇവൻ അങ്ങനെ തന്നെ വേണം. കഴിഞ്ഞ ആഴ്ച 2 മണിക്ക് നെറ്റ് തിന്നിട്ട് 19 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ റീചാർജ് ചെയ്ത് തരാത്ത മോനാണ്. അണ്ണാ നിങ്ങൾക്ക് എന്തിനാണ് 2 മണിക്ക് നെറ്റ്? അതല്ലല്ലോ ഇവിടുത്തെ കാര്യം വേറെ അല്ലേ, ഇവന്റെ അല്ലേ കാര്യം. ആളിയാ ഇനിയിപ്പോ എന്തായാലും നമുക്ക് അവളെ നേരിട്ട് പോയി കാണാം. വാ വാ. ഇല്ല അളിയാ, ശരിയാവില്ല. എന്ത് ശരിയാവത്ത? നമ്മളുണ്ടോ നിന്റെ കൂടെ? എന്ത് വിഷയം നമ്മളുണ്ട്? അത് വേറെ വിഷയമുണ്ട്. എന്ത് വിഷയം എന്ന് പറയാ? ഞാൻ ഉണ്ടല്ലോ ഇടിച്ചങ്ങ് തീക്കാൻ. നീ വാ. എടാ നീ ഇങ്ങനെ മെഴുക പ്രതി പോലെ ഇരിക്കാതെ എണീറ്റ് വാ. അത് ശരിയാവൂല. എന്ത് ശരിയാവൂലെന്ന്? നീ വാ. അളിയാ മാപ്പിള വന്നിരിക്കുന്ന അളിയാ. മാപ്പിളേ? അവളെ ഭർത്താവ് അളിയാ. അണ്ണാ നില്ലണ്ണ, എനിക്ക് റേഷൻ കടയിൽ പോണം. ഞാനും വരാം. അളിയാ ഞാൻ ഇനി എന്ത് ചെയ്യണം? നീ 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 മങ്ങാണ്ടിക്ക് കൂടെ കൂട്ടുപോളിയാ. ഇനി കുറച്ച് ശോകത്തിൽ നടക്കാം. ഈ മോഹൻലാലൊക്കെ ഇത് എങ്ങനെ മാനേജ് ചെയ്യണം? വലതാണ് ഇടതാണ്. എന്തായാലും അങ്ങ് നടക്കാം.